ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന 1-2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനതിനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. 1 സ്പൂൺ ഫെവിക്കോളിന് 1 സ്പൂൺ വെള്ളം എന്നുള്ള രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ബോട്ടിലിൽ മുഴുവനായിട്ടും ഈ ടിഷ്യൂ പേപ്പർ നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഫെവിക്കോൾ ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഒരു സൈഡിലൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ മേലെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലുള്ള മേലുള്ള സ്റ്റിക്കേഴ്സൊന്നും കളഞ്ഞിട്ടില്ല. കാരണം ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ അതൊന്നും കാണുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഈ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനുള്ള ആ ഒരു ബോട്ടിലിൻ്റെ ഒരു വർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറും അതിൻ്റെ റൈറ്റിങ്സും ഒന്നും കളയണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ ഇതേപോലെ ഈ ഫെവിക്കോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ബോട്ടിലിൽ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മൾ ഒട്ടിച്ച ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഗുണം, നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ മേലെ പിന്നെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ അത്ര ഒരു പെട്ടെന്നൊരു ഒട്ടുന്ന ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അതിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ ഡ്രൈ ആക്കാൻ വെക്കണം. കുറച്ച് സമയം കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടും. ഇനിയാണ് നമ്മൾ ആ സസ്പെൻസ് പൊളിക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് അറിയണ്ടേ? ഇത് കുരുമുളകാണ്. പെപ്പറില്ലേ, ബ്ലാക്ക് പെപ്പർ. അപ്പോൾ ആ പെപ്പറിൻ്റെ ആ ഒരു തണ്ടടക്കമുള്ളതാണ്. അതിന് നമ്മൾ ആ ഓരോ കുരുമുളക് നമ്മളിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുമ്പം അതിങ്ങനെ പൊളിഞ്ഞു വീഴും. അപ്പോൾ നമ്മൾ ആ ഒരു കുരുമുളക് ഫുള്ളായിട്ടൊന്ന് മാറ്റി കളഞ്ഞിട്ടുള്ള ആ ഒരു തണ്ട് നമ്മളൊന്ന് മാറ്റി വെക്കുക. അങ്ങനെ ഞാനിവിടെ ഏകദേശം ഒരു 5-6 കുരുമുളകിൻ്റെ ആ ഒരു തണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുരുമുളക് വേറെയും തണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ കുരുമുളക് ആവശ്യമില്ല, കാരണം കുരുമുളക് നമ്മൾ ഫുഡിനൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഞാനിതിൽ ഒരു വേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു തണ്ട് യൂസ് ചെയ്തിട്ടാണ് ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഒന്ന് കുറച്ചധികം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലെടുക്കുക. അതിൽ നമ്മൾ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഞാനിതൊന്ന് ഒട്ടിച്ച് നോക്കുകയാണ്. അപ്പം ഞാൻ താഴെ ഒരു ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ട് ഒന്ന് ഫെവിക്കോൾ ഒന്ന് ജസ്റ്റ് ബോർഡർ പോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു തണ്ട് എടുത്തിട്ടൊന്ന് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ കുരുമുളകിൻ്റെ തണ്ടിൻ്റെ അറ്റം ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. അത് കുറച്ചൊരു ഉറപ്പുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമ്മളത് ഒട്ടിക്കുന്ന സമയത്ത് ശരിക്കും ഒട്ടി കിട്ടില്ല. അപ്പം ഞാനിത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് കുറേ സമയം ഞാൻ പ്രസ് ചെയ്ത് നോക്കി, എന്നിട്ടും അത് ഒട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വീഡിയോയിൽ അതൊന്ന് കട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഫെവിക്കോൾ യൂസ് ചെയ്താൽ അത് ഒട്ടുന്നില്ല എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് എന്നെ നിർബന്ധമാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഈ ഫെവിക്വിക്ക് പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഗം യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് ഈ ഒരു തണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചൊരു റഫായിട്ടുള്ള ടൈപ്പാണല്ലോ, അത്ര സ്മൂത്ത് ആയിട്ടുള്ളതല്ല. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോവും. അങ്ങനെ ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്തിട്ട് ആ ബോട്ടിലിൽ ഫുള്ളായിട്ടൊരു റൗണ്ടായിട്ടൊന്ന് ഈ ഒരു കുരുമുളകിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ ആ ഓരോരുത്തരുടെ ഡിസൈൻ അനുസരിച്ച് ഐഡിയക്ക് അനുസരിച്ച് എന്തെങ്കിലും ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു താഴെന്ന് ഒട്ടിക്കാതെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പം ഈ ഒരു ലൈൻസും അതുപോലെ അങ്ങനെ കുറച്ച് ഡിസൈൻസൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നെങ്കിൽ വൂളൻ ത്രെഡോ അല്ലെങ്കിൽ ജൂട്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യാം. അപ്പോൾ അതിൽ നിന്നൊരു ആലോചിച്ചിട്ടാണ് ഞാൻ ഈ മുളകിൻ്റെ തണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. താഴെ ഞാൻ ആ ഒരു റൗണ്ട് ഫുള്ളായിട്ടൊന്ന് വരച്ചതിന് ശേഷം ഞാൻ കുറച്ച് മേലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഡിസൈൻസൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ കുരുമുളക് കുറച്ച് കുരുമുളക് എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ആ കുരുമുളകൊക്കെ മാറ്റി കിച്ചണിലെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഇത് കളയാൻ പോകുന്ന സമയത്താണ് ഞാനിത് നല്ലൊരു ഉറപ്പുള്ള നല്ലൊരു ഭംഗിയുണ്ട് അതിനൊരു റഫായിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് വേറൊരു കുഞ്ഞു ബോട്ടിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഡിസൈൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ സിമ്പിളായിട്ട് തന്നെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കർവ്ഡായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അത്ര സ്മൂത്തായിട്ട് നമുക്ക് ആ ഒരു വളവൊന്നും വരച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു കർവ് ഡിസൈനൊക്കെ ഒരു ഉറപ്പുള്ള ടൈപ്പ് മെറ്റീരിയലാണല്ലോ. അപ്പം നമ്മൾ ജൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര ഒരു ഭംഗിയൊന്നുമില്ല ചെയ്തത്. എന്നാലും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ആ ഒരു ഡിസൈനൊക്കെ ഏകദേശം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മേലെ അതുപോലെ തന്നെ ഒരു റൗണ്ട് വരച്ചു, മേലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കുരുമുളകിൻ്റെ തണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് ബോട്ടിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വത്തക്കൻ്റെ ആ ഒരു കുരുവാണ്. വാട്ടർമെലൻ്റെ സീഡ്സ് ഇല്ലേ, അത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ബോട്ടിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് ഡിസൈൻ ചെയ്യുകയാണ് ഞാൻ. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു പൂവിൻ്റെ നടുക്ക് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തിട്ട് ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒട്ടാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പൂ പോലെ ഇങ്ങനെ ആ ഒരു കർവ് ഡിസൈനില്ലേ, നമ്മൾ കുരുമുളകിൻ്റെ തണ്ട് യൂസ് ചെയ്തിട്ടുള്ള അവിടെയൊക്കെ ആ ഒരു പൂ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഒരു 6-7 പെറ്റലുള്ള രീതിയിലൊരു ഫ്ലവർ ചെയ്തെടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് അതിൽ കൂടുതലോ അതിൽ കുറവോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിന് ഗ്ലൂ ഗണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ സീഡല്ലേ, ഇത്ര വെയിറ്റ് ഒന്നും ഇല്ലാത്തത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടുന്നുണ്ട്. ആദ്യം ഞാൻ ഒട്ടിച്ചതിൽ പൂവിൻ്റെ ആ ഒരു നടുക്ക് ഞാൻ ഇതേപോലെ വത്തക്കൻ്റെ സീഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചായിരുന്നു. അപ്പോൾ എനിക്കത് അത്ര ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഇനി രണ്ടാമത്തേൽ ഞാൻ ആ ഒരു നടുക്ക് ഒന്നും ഒട്ടിക്കാതെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അടുത്ത് ചെയ്യുന്നത് ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു അപ്പോൾ കുറച്ച് നടുക്ക് എന്തെങ്കിലും ഉള്ളതല്ലേ ഭംഗി, അപ്പോൾ ഞാനൊരു വത്തക്കൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഭാഗമില്ലേ, ആ ഭാഗം ഒന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഹാഫ് സർക്കിൾ പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അത് പൂവിൻ്റെ ആ ഒരു നടുക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം റൗണ്ടായിട്ട് കിട്ടുന്ന വേറെ എന്തെങ്കിലും ഒരു സീഡൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താലും മതി. ഇങ്ങനെ ആ ഒരു വാട്ടർമെലൻ്റെ സീഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ട്. ആ ഒരു കുരുമുളകിൻ്റെ തണ്ട് ഇങ്ങനെ വള്ളി പോലെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു നടുക്കൊരു ചെറിയൊരു ഹാഫ് സർക്കിളായിട്ടുള്ളൊരു സീഡും അങ്ങനെ സൈഡിൽ പെറ്റൽ പോലെയൊക്കെ കണ്ടപ്പോൾ കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു കുരുമുളകിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ജൂട്ടിൻ്റെ പകരമായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോസ്റ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ആ ഒരു നമ്മൾ അതിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നില്ല ജൂട്ടാണോന്നൊന്നും. അത്രയും നല്ല ഒരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർമെലൻ സീഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ ബോട്ടിലാട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെപ്പറിൻ്റെ ആ ഒരു തണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്ന സമയത്ത് എനിക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ തോന്നിയൊരു ഐഡിയ ആയിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു വള്ളിയുടെ ഒരു 2 സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ വാട്ടർമെലൻ സീഡ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ഫ്ലവർ ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ ഞാൻ ആ ഒരു മേലെയൊന്നും ഞാൻ ഒട്ടിക്കുന്നില്ല. ഈ ഒരു നടുക്ക് ഭാഗം മാത്രം ഞാൻ ഫ്ലവേഴ്സും മേലെയും താഴെയും ജസ്റ്റ് ആ ഒരു കുരുമുളകിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ട് ഡിസൈൻ മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഞാനപ്പോൾ ഈ ഒരു ബോട്ടിലിന് ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആൻറ്റിക് ലുക്കുള്ള ഒരു ബോട്ടിൽ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഈ ഒരു മുളകിൻ്റെ തണ്ടും സീഡ്സൊക്കെ ഒട്ടിക്കുന്നതിൻ്റെ മുമ്പ് നല്ലൊരു ഭംഗിയുള്ള ഏതെങ്കിലും ഒരു യെല്ലോ റെഡ് അങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം ഇതേപോലെ നമ്മളൊരു കുരുമുളകിൻ്റെ തണ്ടും വാട്ടർമെലൻ്റെ സീഡ്സൊക്കെ ഒട്ടിച്ചിട്ട് ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ആ ഒരു സീഡിനും അതുപോലെ ആ ഒരു തണ്ടിനൊക്കെ വേറെ ഏതെങ്കിലും ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ വേറൊരു മോഡലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല നിങ്ങൾ ഈ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ആൻറ്റിക് മോഡൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കുരുമുളകിൻ്റെ തണ്ടും സീഡ്സൊക്കെ ഒട്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഒരു കോട്ട് ബ്ലാക്ക് അടിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നാമത്തത് പെയിൻറ്റ് എൻ്റെ കയ്യിൽ കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പെയിൻറ്റ് അടിക്കാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്നൊരു ഈസി ആയി കിട്ടും. അപ്പം ഞാൻ ഈ മേലെ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു എല്ലാ ഭാഗവും ഞാൻ ബ്ലാക്ക് കളർ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്.
പിന്നെ അതേപോലെ ഈ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു നെക്കിൻ്റെ അവിടെ ഫുള്ളായിട്ട് ഈ ഒരു കുരുമുളകിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ട് ചുറ്റി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ സാധാരണ ഓരോ ബോട്ടിലിനൊക്കെ വൂളൻ ത്രെഡും ജൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ബോട്ടിലിൻ്റെ ആ ഒരു നെക്കിൽ ഫുള്ളായിട്ട് നമ്മൾ ചുറ്റുമല്ലോ, അതേപോലെ എനിക്ക് തോന്നുന്നത് ചുറ്റി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ആൻറ്റിക് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റാലിക് കോപ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് ഈ ഒരു ബോട്ടിലിന് 25 റുപ്പീസാണ് റേറ്റ്. അപ്പം നമ്മളത് ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് വിരലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വാട്ടർമെലിൻ്റെ സീഡ്സിലും അതുപോലെ ആ ഒരു ത്രെഡില്ലേ, ആ ഒരു ത്രെഡിലൊക്കെ ഫുള്ളായിട്ട് ചെറിയൊരു ടച്ച് കൊടുക്കുമ്പോൾ ബോട്ടിലിന് നല്ലൊരു ആൻറ്റിക് ലുക്ക് കിട്ടും. കാരണം ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും പിന്നെ മേലെ ഒരു കോപ്പർ കളറും വരുമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കോപ്പറിന് പകരം സിൽവർ അതുപോലെ ഗോൾഡൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഗോൾഡിൻ്റെ ആ ഒരു കളറായിരുന്നു ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഗോൾഡ് പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിൽവർ വെച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു കോപ്പർ യൂസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു സൈഡിൽ ഈ കുരുമുളകിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു കുറച്ചും കൂടെ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കുരുമുളകിൻ്റെ തണ്ടും അതുപോലെ വാട്ടർമെലിൻ്റെ സീഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു ബോട്ടിലായിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് നല്ലൊരു ഫോട്ടോയിൽ ഈ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കുരുമുളക് തണ്ടിനെ കൊണ്ട് തന്നെ മാത്രം ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ബോട്ടിൽ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നമ്മൾ ഈ വാട്ടർമെലിൻ്റെ സീഡിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ സീഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്താലും അങ്ങനെയൊക്കെ നിങ്ങൾ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ആ ഒരു കയ്യിലുള്ള ഒരു മെറ്റീരിയലിൻ്റെയും ആ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. പിക്ചേഴ്സൊക്കെ അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. പാം ക്രാഫ്റ്റിംഗ് തന്നെയാണ് പേര്. അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.